രക്തസാക്ഷി. നാഗസാക്കിയിലെ സാന്താ ലൂസിയ പള്ളിയുടെ വാതിൽക്കൽ ഒരു ക്രിസ്മസ് രാത്രിയിൽ ഇളം പ്രായക്കാരനായ ഒരു യുവാവ് വിശന്നു തളർന്നു കിടക്കുന്നത് വൈദികർ കണ്ടു. അവർ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആഹാരം കൊടുത്തു. വീട്, നാട് തുടങ്ങിയവയെപ്പറ്റി ചോദിച്ചപ്പോൾ, വീട് സ്വർഗത്തിൽ, എല്ലാ ജീവജാലങ്ങളുടെയും പിതാവ് തന്നെ എൻ്റെയും പിതാവ് എന്നൊക്കെയായിരുന്നു മറുപടി. വൈദികർക്കും അവൻ്റെ നിഷ്കളങ്കവും സുന്ദരവുമായ ചിരി കണ്ട് അനുകമ്പ തോന്നി. അവർ അവനെ വൈദിക പരിശീലനത്തിനായി സ്വീകരിച്ചു. ലൊറൻസോവിന് എല്ലാ വൈദികരെയും സഹപാഠികളെയും ബഹുമാനമായിരുന്നു. പക്ഷെ അവൻ ആരുമായും അടുത്തിടപെട്ടില്ല. പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു പെൺകിടാവിന് സുന്ദരനായ ആ വൈദിക വിദ്യാർത്ഥിയോട് തീവ്രമായ അനുരാഗം തോന്നി. ഒരു കുടക്കച്ചവടക്കാരൻ്റെ മകളായിരുന്നു അവൾ. ലൊറൻസോവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെയാണ് അവളുടെ പ്രാർത്ഥന. വൈദികരും ഭക്തരുമെല്ലാം ഇത് ശ്രദ്ധിച്ചു. ലൊറൻസോവും പെണ്ണും തമ്മിൽ കത്തിടപാടുകൾ നടക്കുന്നുണ്ട്, ആളുകൾ ഉറപ്പിച്ചു പറഞ്ഞു. രാത്രിയിൽ ലൊറൻസോ ആരും അറിയാതെ മഠത്തിൽ നിന്ന് ഒളിച്ചു പോകുന്നുണ്ട് അവളെ കാണാൻ എന്നും വാർത്ത പരന്നു. ഫാദർ സുപ്പീരിയർ ലൊറൻസോവിനെ വിളിച്ച് ചോദ്യം ചെയ്തു. അച്ഛോ, ഈ കേൾക്കുന്നതൊന്നും സത്യമല്ല, ലൊറൻസോ പറഞ്ഞു. കുടക്കച്ചവടക്കാരൻ്റെ മകൾ ഗർഭിണിയാണെന്ന് വാർത്ത പരന്നു. പെണ്ണിൻ്റെ തന്ത പള്ളിയിൽ ചെന്ന് അച്ഛന്മാരെ അടച്ചാക്ഷേപിച്ചു. അവർ സഭ കൂടി. മഠത്തിൽ നിന്നും പുറത്താക്കിയാൽ ലൊറൻസോവിന് പട്ടിണിയാണ് ഗതി, അവനെ ഇഷ്ടപ്പെടുന്ന ചിലർ സൂചിപ്പിച്ചു. പക്ഷേ വൈദിക സഭയ്ക്കാകെയാണ് ലൊറൻസോ അപമാനം വരുത്തി വെച്ചത്. അവർ അവനെ പുറത്താക്കി. ലൊറൻസോ നിശബ്ദനായി പടി കടന്നുപോയി. പിന്നീട് നഗരത്തിൻ്റെ അതിർത്തിയിൽ ലൊറൻസോ ഭക്ഷണത്തിന് വേണ്ടി ഭിക്ഷ യാചിച്ചു നടക്കുന്നത് പലരും കണ്ടു. ജനത്തിന് തൃപ്തിയായി, പാപിക്ക് അങ്ങനെ തന്നെ വരണം. അവൻ ഒരു മാളത്തിൽ കഴിഞ്ഞു. രാത്രി നിലാവുള്ളപ്പോൾ പുറത്തിറങ്ങും. സാന്താ ലൂയിസ പള്ളിയുടെ പരിസരത്ത് വന്ന് നിശബ്ദമായി പ്രാർത്ഥിച്ച് തിരിച്ചു പോകും. അത് ചിലരെ അത്ഭുതപ്പെടുത്താതിരുന്നില്ല. ഇതിനിടയ്ക്ക് കുടക്കാരൻ്റെ മകൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. തന്ത മകൾക്ക് മാപ്പ് കൊടുത്തു. പേരക്കുട്ടിയെ ലാളിക്കാൻ തുടങ്ങി. അടുത്ത വേനൽക്കാലത്ത് കുടക്കാരൻ്റെ തെരുവിൽ ഒരു അഗ്നിബാധയുണ്ടായി. കുടക്കാരൻ്റെ വീടിനും തീ പിടിച്ചു. കുടക്കാരനും മകളും അപ്പോൾ പുറത്തായിരുന്നു. വീടിനകത്ത് കൊച്ചു കുഞ്ഞു മാത്രം. ആളിക്കത്തുന്ന വീട്ടിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പെണ്ണിനെ ജനങ്ങൾ തടഞ്ഞു. തീ കെടുത്താൻ നടത്തിയ ശ്രമങ്ങളൊന്നും ഫലിക്കുന്നില്ല. ദൈവവിധിയാണ് എന്ന് കരുതി സമാധാനിക്കൂ. അവിടെ എത്തിയ ഒരു വൈദികൻ, ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയൊരു ശബ്ദം ആരവത്തിനിടയിൽ നിന്ന് കേട്ടു. അത് ലൊറൻസോവിൻ്റെ ആയിരുന്നു. കീറ വസ്ത്രങ്ങൾ ധരിച്ച അവശനായ ലൊറൻസോ ആളുകൾ നോക്കി നിൽക്കെ തീജ്വാലകൾക്കിടയിലൂടെ അകത്തേക്ക് കുതിച്ചു. എത്രയായാലും ഒരു അച്ഛനെ സഹിക്കാനാവുമോ? ജനം ന്യായം കണ്ടെത്തി. ആളിക്കത്തുന്ന തീയിൽ നിന്നും കുഞ്ഞിനെ രക്ഷിച്ച് ലൊറൻസോ താഴെ പ്രാർത്ഥന നിരതയായി നിൽക്കുന്ന പെണ്ണിൻ്റെ കൈകളിലേക്ക് കുഞ്ഞിനെ ഇട്ടുകൊടുത്തു. ഒരു പരിക്കും കൂടാതെ കിട്ടിയ കുഞ്ഞിനെ അമ്മ മാറോടണച്ചു. എല്ലാവരും കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ദൈവത്തിന് നന്ദി. ആകെ പൊള്ളലേറ്റ ലൊറൻസോ പുറത്തു വന്നപ്പോൾ ജനം അവനെ വാഴ്ത്തി. ധീരൻ തന്നെ. കുടക്കാരൻ്റെ മകൾ പറഞ്ഞു, എൻ്റെ പ്രേമാഭ്യർത്ഥനയൊന്നും കേൾക്കാഞ്ഞപ്പോൾ പക തോന്നി. ഞാൻ വെറുതെ ലൊറൻസോവിനെപ്പറ്റി അപവാദം പറഞ്ഞതാണ്. വൈദികർ അന്ത്യശ്വാസം വലിക്കുന്ന ലൊറൻസോവിൻ്റെ ചുറ്റും നിന്നു. അവസാനത്തെ ശുശ്രൂഷകൾ നടക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ലൊറൻസോ ഒരു യുവതിയായിരുന്നു. ജനം വിളിച്ചു പറഞ്ഞു, രക്തസാക്ഷി. പാപിയായി മുദ്രകുത്താനും രക്തസാക്ഷിയായി വാഴ്ത്താനും നമുക്കെത്ര എളുപ്പം.